വി.സി. നിയമനങ്ങൾ ഉടൻ നടത്തണമെന്ന ഹർജിയിൽ ചാൻസലർ കൂടിയായ ഗവർണർക്കും സർക്കാരിനും നോട്ടീസ് അയക്കാൻ ഹൈക്കോടതി ഉത്തരവ്. കഴിഞ്ഞ ഒരു വർഷക്കാലമായി കേരളത്തിലെ 9 സർവകലാശാലകളിൽ വി.സിമാരെ നിയമിക്കാത്തതുമൂലം സർവകലാശാലകളുടെ പ്രവർത്തനം കുത്തഴിഞ്ഞിരിക്കുകയാണെന്നും അടിയന്തരമായി വി.സിമാരെ നിയമിക്കാൻ ചാൻസലർ കൂടിയായ ഗവർണർക്ക് നിർദ്ദേശം നൽകണമെന്നും ആവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവായത്. സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുവാനുള്ള അധികാരം സർക്കാരിനാണെന്നും ചാൻസലർക്ക് അല്ലെന്നുമുള്ള അഡ്വക്കേറ്റ് ജനറൽ ഗോപാലകൃഷ്ണക്കുറുപ്പിന്റെ വാദം കോടതി രേഖപ്പെടുത്തി. എന്നാൽ സുപ്രീം കോടതി വിധിപ്രകാരം വി.സിമാരുടെ നിയമനത്തിൽ സർക്കാരിന് ഇടപെടാൻ അധികാരമില്ലെന്നും നിയമന അധികാരിയായ ചാൻസലറാണ് കമ്മിറ്റി രൂപീകരിക്കേണ്ടതെന്നും ഹർജിക്കാരിക്ക് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ ജോർജ് പൂന്തോട്ടം ചൂണ്ടിക്കാട്ടി. ഹർജി തുടർവാദത്തിനായി ജനുവരി 11 മാറ്റി. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ധനതത്വശാസ്ത്ര അധ്യാപികയായിരുന്ന ഡോക്ടർ മേരി ജോർജ് ആണ് ഹർജി ഫയൽ ചെയ്തത്. പൊതു താൽപര്യ ഹർജിയായാണ് കേസ് ഹൈക്കോടതി പരിഗണിച്ചത്. കേരള, എം.ജി. കുസാറ്റ്, കണ്ണൂർ, KTU, മലയാളം, അഗ്രികൾച്ചർ, ഫിഷറീസ് നിയമ സർവകലാശാലകളിലാണ് സ്ഥിരം വി.സിമാർ ഇല്ലാത്തത്. KTU നിയമപ്രകാരം 6 മാസത്തിൽ കൂടുതൽ താൽക്കാലിക വി.സിക്ക് ചുമതല നൽകാൻ പാടില്ല എന്ന വ്യവസ്ഥ ഉള്ളപ്പോൾ KTUവിൽ 1 വർഷമായി താൽക്കാലിക വി.സി തുടരുകയാണ്. കേരളയിലും KTUവിലും വി.സിമാരെ നിയമിക്കുവാനുള്ള നടപടി കൈക്കൊള്ളാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നിട്ടും ഇതേവരെയും മേൽനടപടികൾ സ്വീകരിച്ചിട്ടില്ല. സർവകലാശാല പ്രതിനിധിയെ സെർച്ച് കമ്മിറ്റിയിലേക്ക് നിർദ്ദേശിക്കാൻ സർവകലാശാലകൾ തയ്യാറാകാത്തതാണ് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ വൈകുന്നത്. നിരവധി തവണ രാജ്ഭവൻ യൂണിവേഴ്സിറ്റി പ്രതിനിധിയുടെ പേര് നിർദ്ദേശിക്കാൻ ആവശ്യപ്പെട്ട് യൂണിവേഴ്സിറ്റിക്ക് അയച്ച കത്തുകൾ അവഗണിക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ UGC ചട്ടപ്രകാരം കമ്മിറ്റി രൂപീകരിച്ച് വി.സി. നിയമനങ്ങൾ നടത്താൻ ചാൻസലർമാരായ ഗവർണർക്കും ചീഫ് ജസ്റ്റിസിനും നിർദ്ദേശം നൽകണമെന്നാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ചാൻസലർ കൂടിയായ ഗവർണർ, ചീഫ് ജസ്റ്റിസ്, കേരള സർക്കാർ, UGC, AICTE, ബാർ കൗൺസിൽ, എല്ലാ യൂണിവേഴ്സിറ്റി രജിസ്ട്രാർമാർ എന്നിവരെ എതിർകക്ഷികളാക്കിയാണ് ഹർജി ഫയൽ ചെയ്തിട്ടുള്ളത്.